കയർ ബോർഡിലെ തൊഴിൽ പീഡനത്തിൽ പോലീസിൽ പരാതി വന്നിരിക്കുന്നു. ജോളി മധുവിന്റെ ബന്ധുക്കൾ ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയതിനു പിന്നാലെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകി. പരാതി അന്വേഷിക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ലിബി സജീന്ദ്രൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ലിബി സജീന്ദ്രൻ, ഗുഡ് മോർണിംഗ് ലിബി. കയർ ബോർഡിലെ ഉദ്യോഗസ്ഥർക്കെതിരെ MSME അന്വേഷണം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിരിക്കുകയാണ് ജോളിയുടെ കുടുംബം. അവർക്ക് ജോളിയെ നഷ്ടപ്പെട്ടു. പക്ഷേ എങ്കിലും ഇതിൽ ആ കുടുംബത്തിന് നീതി ലഭിക്കണമെങ്കിൽ, ഇനി ഇത്തരം ജോളിമാരുണ്ടാകാതിരിക്കണമെങ്കിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കുമല്ലോ ഇവർ പരാതി നൽകിയത്. പരാതിയിൽ എന്താണ് പ്രധാനമായും പറഞ്ഞിട്ടുണ്ടാവുക ലേബി? ഡോക്ടറും തീർച്ചയായും അവരുടെ ആവശ്യം ഇത് തന്നെയാണ്. കാരണം അവർക്ക് അവരുടെ പ്രിയപ്പെട്ട ആളെ നഷ്ടപ്പെട്ടു. പക്ഷെ ഇത് ഇനി അങ്ങോട്ടൊരു താക്കീതാകണം എന്നുള്ള നിലയ്ക്കാണ് ഈ കുടുംബം ഇത്രയും നിയമ പോരാട്ടവുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിക്ക് ഇന്നലെ പരാതി അയച്ചു. ചീഫ് സെക്രട്ടറി അത് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഫോർവേഡ് ചെയ്തു എന്നാണ് ബന്ധുക്കൾ നമ്മളെ അറിയിച്ചത്. സിറ്റി പോലീസ് കമ്മീഷണറുമായി നമ്മൾ ബന്ധപ്പെട്ടു. അപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്കും ഇവർ മെയിൽ അയച്ചിരുന്നു, ഇതേ പരാതി അയച്ചിരുന്നു. അതിൽ ഇവരുടെ തുടർ നടപടികൾ എടുക്കാനായി തന്നെയാണ് പോലീസിന്റെ തീരുമാനം. പോലീസ് കേസ് അന്വേഷിക്കും എന്ന് തന്നെ സിറ്റി പോലീസ് കമ്മീഷൻ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ആദ്യമായാണ് ഇതിന്റെ ഒരു അന്വേഷണം പോലീസ് തലത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ നേരത്തെ തന്നെ ഈ MSME മന്ത്രാലയത്തിന് അന്വേഷണ ചുമതല നൽകി എന്ന് പറഞ്ഞപ്പോഴും കുടുംബം പ്രകടിപ്പിച്ച ഒരു ആശങ്ക എന്ന് പറയുന്നത്, നേരത്തെ പലവട്ടം MSME മന്ത്രാലയത്തിന്, തൊഴിൽ മന്ത്രാലയത്തിനെല്ലാം ജോളി ജീവിച്ചിരിക്കെ പരാതി നൽകിയതാണ് ഇവിടുത്തെ തൊഴിൽ ചൂഷണം കാണിച്ചുകൊണ്ട്. എന്നാൽ അതിലൊന്നും നടപടി ഉണ്ടാകാത്ത ഒരു സാഹചര്യം മാത്രമല്ല, ഏറ്റവും ഒടുവിൽ ഈ പിടിപാടുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് തന്നെ ഇതിന്റെ താഴെത്തട്ടിലേക്കുള്ള അന്വേഷണ ചുമതല കൈവരുമ്പോൾ അവിടെ ജോളിക്ക് നീതി കിട്ടാതെ വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കയർ ബോർഡ് ഈ അന്വേഷണവുമായി സഹകരിക്കുമോ, ഏത് രീതിയിലായിരിക്കും അന്വേഷണം പുരോഗമിക്കുക എന്നുള്ള ആശങ്കയൊക്കെ ഇന്നലെ അവർ പങ്കുവച്ചതാണ്. എന്നാൽ സംസ്ഥാന പോലീസ് ഈ അന്വേഷണം ഏറ്റെടുത്താൽ സ്വാഭാവികമായും അതിൽ മറ്റിടപെടൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇവർ കരുതുന്നത്. കേന്ദ്ര തലത്തിലുള്ള അല്ലെങ്കിൽ കയർ ബോർഡിന്റെ ഡൽഹി ആസ്ഥാനത്ത് നിന്നുള്ള ഇടപെടലൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് നീതി ലഭിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് അവരുടെ കുടുംബം ഇപ്പോൾ പങ്കുവെക്കുന്നത്. ഏതായാലും ഇവർ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്. ഇന്ന് 4 ഉദ്യോഗസ്ഥർ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ, ജിതേന്ദ്രകുമാർ ശുക്ല വിരമിച്ചതിന് ശേഷവും ഇവിടെ തുടരുന്ന അദ്ദേഹം, അതുപോലെ തന്നെ വിപുൽ ഗോയൽ അടക്കമുള്ള 4 ഉദ്യോഗസ്ഥർക്കെതിരെ ഇവരുടെ കൊടിയ തൊഴിൽ ചൂഷണം അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരണം, ഇവർക്കെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പോലീസിനും പരാതി നൽകിയിരിക്കുന്നത്. ഡോക്ടർ, ഈ മെയിംസാബ് കൾച്ചർ, താങ്ക് യു ലബി. ഈ മെയിംസാബ് കൾച്ചർ വല്ലാതെ ചില ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ചില സ്ഥാപനങ്ങളിലെങ്കിലും, അല്ലേ? പ്രത്യേകിച്ച് ഇത്തരം സർക്കാർ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന മെയിംസാബുമാർ താഴെയുള്ള ജീവനക്കാരെ മാനസികമായി പീഡിപ്പിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നവരാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരുതരം റാഗിംഗ് മെൻറ്റാലിറ്റിയുള്ള മനുഷ്യരാണ്. അവരെ തിരിച്ചറിയുകയും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും അല്ലാതെ മറ്റു മാർഗ്ഗമില്ല. നിങ്ങൾ നേരിട്ട് പോയി അവരോട് സംസാരിക്കാൻ നിൽക്കരുത്. അങ്ങനെ സംസാരിക്കാൻ നിന്നാൽ അവർ വീണ്ടും പ്രതികാര മനോഭാവത്തോടുകൂടി ശ്രമിക്കും. ഉടനടി ആക്ഷൻ എടുക്കത്തക്ക രീതിയിൽ നിങ്ങൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് വേണ്ടത്. പക്ഷേ പലപ്പോഴും അത് സാധ്യമാവില്ല. മെയിംസാബ് സംസ്കാരമാണ് യഥാർത്ഥത്തിൽ കയർ ബോർഡിലും ഉണ്ടായത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥൻ തന്നെ വന്നിരുന്ന് താഴെയുള്ള ജീവനക്കാരെ പീഡിപ്പിക്കുന്ന, തൊഴിൽപരമായി പീഡിപ്പിക്കുന്നു എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല. എന്തായാലും നിയമ നടപടി വരേണ്ടതാണ്. ഇനി ഒരിക്കലും ഒരു ഉദ്യോഗസ്ഥനും ഉദ്യോഗസ്ഥയ്ക്കും ജോളിയുടെ അവസ്ഥയുണ്ടാവരുത്. ക്യാൻസർ ബാധിതയായിരുന്നു. അവരോട് കുറച്ചുകൂടി മനുഷ്യത്വപരമായിട്ടൊക്കെ പെരുമാറിയാൽ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് എന്താ കുഴപ്പം? ഇവരുടെ കുറ്റം ചെയ്യാൻ പോകുന്ന സമയം കൊണ്ട് ആ ബോർഡ് നന്നാക്കിക്കൂടെ? നമുക്ക് ചോദ്യമാണ് സ്വാഭാവികമായി.